പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുളിയും മധുരവും എന്നാൽ ചിലപ്പോൾ കണ്ണിൽ ഈറ്റലുമുണ്ടാക്കുന്ന വാർത്തകളുമായി നാരങ്ങ ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ മനസാക്ഷിയുള്ള മനുഷ്യരെ വേദനിപ്പിക്കുന്ന 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അതിക്രൂര ബലാത്സംഗത്തിനിരയായ വാർത്തയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇയാൾ കൃത്യം നടത്തുന്നത് നേരിൽ കണ്ടു എന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ദൃക്സാക്ഷി നമ്മുടെ കൂടെയുണ്ട്. അയാളോട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. നിങ്ങൾ ഈ കൃത്യം നടത്തുന്നതായി കണ്ടു എന്നാണ് പറയുന്നത്, അതൊന്ന് വിവരിക്കാമോ? ഞാൻ കണ്ടു. ഞാൻ ആ പണി നടക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിൽക്കുമ്പോൾ അയാൾ ആ കുഞ്ഞിനെ എടുത്തിട്ട് വരുന്നത് അതിനുള്ളിൽ വെച്ച് പീഡിപ്പിക്കുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ എൻ്റെ മൊബൈൽ ഷൂട്ട് ചെയ്തു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് തടയായിരുന്നത്? നിങ്ങൾ അവരെ ഭയപ്പെട്ടിരുന്നോ? ഞാൻ എന്തിനു ഭയപ്പെടുന്നു? ഞാൻ അയാൾക്കെതിരെയുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ചു. അത് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യും, പിന്നീട് കോടതി അയാളെ ശിക്ഷിക്കും. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടാവുക. പകരം അയാൾക്ക് ശിക്ഷ ഉറപ്പാക്കാനുള്ള തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ചിന്തിക്കാൻ? നിങ്ങളൊരു മനുഷ്യനാണ്. അല്ല, ഞാൻ ദൈവം. എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു ശക്തിയായാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തടയുകയോ അയാൾക്ക് വേണ്ടുന്ന ശിക്ഷ കൊടുക്കുകയോ ചെയ്യാതെ അയാൾ മരിക്കുന്നത് വരെ ദൈവം കാത്തിരിക്കുന്നത് എന്തിനാണ്? അതുപോലെ ഇരയാക്കപ്പെടുന്നവർ അനുഭവിക്കുന്ന വേദന സ്വർഗത്തിലെ ഏത് സുഖം പകരം നൽകിക്കൊണ്ടാണ് ദൈവം ആശ്വസിപ്പിക്കാൻ പോകുന്നത്? അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാരങ്ങ ന്യൂസിന്റെ അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.